ആദ്യമായിട്ടാണ്. നിങ്ങൾക്ക് എപ്പോഴാണ് വന്നത് ഇങ്ങോട്ട്? ഇപ്പോൾ നമ്മൾ സംഭവം പറഞ്ഞ പോലെ തന്നെ വന്നതാണ്. എന്നിട്ട് ഇവിടെ ഇപ്പം അത് കഴിഞ്ഞ ഒരു തവണ കടുവ നിങ്ങൾ കണ്ടായിരുന്നോ? അത് കണ്ടിട്ടില്ല. നമ്മൾ കണ്ട ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മേഖലയിൽ തന്നെ ഉണ്ട് എന്നാണ്. നമ്മൾ സംസാരം തന്നെയാണ്. അവർ കണ്ടതല്ലേ. മേഖല വിട്ടുപോയിട്ടില്ല എന്നാണ് പറഞ്ഞത് അവര്. നമ്മൾ സംസാരം തന്നെയാണ്, വിട്ടുപോയിട്ടില്ല. ഇവിടെ ഉണ്ട് സാധനം, ഇവിടെ തന്നെ ഉണ്ടെന്നാണ്. ഇപ്പം ഈ കൂട് വെച്ച് പിടികൂടാനാണ് ഇപ്പം ആദ്യം കൂട് ഒരുക്കുന്നുണ്ട്. വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു സർക്കാർ. ഉണ്ട്, അങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്. നമ്മളെ അഭിപ്രായം പറയുകയാണെങ്കിൽ അത് ഇവിടുന്ന് പിടിച്ചിട്ട് പ്രാബല്യത്താവെന്ന് പറയാൻ പറ്റില്ല. അത് കൂടുതലല്ല, കൂടാനില്ല. വെടിവെക്കെ എത്ര മാത്രം ഇതാവുന്നു നമുക്ക് പറയാൻ പറ്റില്ല. കൂടായിരിക്കും പറ്റുക. അവര് പറഞ്ഞു കൂടാണെന്നാണ്. ഇതിപ്പോ ചേട്ടാ, ഈ കഴിഞ്ഞ ആഴ്ച പുൽപ്പള്ളി മേഖലയിൽ വന്നു. അന്ന് കൂട്ടിനുള്ളിൽ കൃത്യമായി കുടുങ്ങി. കാരണം അന്ന് അത് ആടിനെ മാത്രം പിടിക്കുന്ന ഒരു കടുവായിരുന്നു. കെണി ഒരുക്കിയാലും ആട്ടുംകൂട്ടിലേക്ക് കടുവ ആകർഷിക്കപ്പെടുമായിരുന്നു. ഇതുവർഷ സാഹചര്യം അതാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഇതിപ്പോ കൂട് വെച്ചതിനെ കൊണ്ടിപ്പോ ഇത് കൂട്ടിന്റെ ഉള്ളിൽ കയറുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. നമ്മളോടിപ്പോ പറഞ്ഞത് ഇതിന് വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്, ഉത്തരവ് ഇറക്കുമെന്നാണ് പറഞ്ഞത്. അഥവാ ഇവര് കൂട് വെച്ച് കൂട്ടിൽ കയറിയാൽ തന്നെ ഇത് വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഇറങ്ങുമോ? ഉണ്ടാവൂല. അപ്പൊ അത്രമാത്രം നാടകമാണോ എന്നും നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പൊ കൂട്ടിൽ കയറാണെങ്കിൽ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞ കടുവേനെ കൂട്ടിൽ കയറാണെങ്കിൽ വെടിവെച്ച് കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. അത് ഇവിടുന്ന് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഷിഫ്റ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ നമ്മൾ പറയുന്നതല്ല, നമ്മൾ പറയുന്നത് ഇത്രമാത്രം ആക്രമിച്ച ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയ ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന് തന്നെയാണ് നമ്മൾ അഭിപ്രായമല്ല, നമ്മളെ ഈ ജനങ്ങളുടെ തീരുമാനം തന്നെയാണ്. വെടിവെച്ച് കൊല്ലണമെന്നാണ് നമ്മൾ പറയുന്നത്. ഈ പ്രദേശവാസികൾ എന്ന നിലയിൽ നമ്മൾ പറയുന്നത് വെടിവെച്ച് കൊല്ലണമെന്നാണ്. സാധാരണക്കാരന് ജീവിക്കണ്ടേ? 10 ലക്ഷം രൂപ എന്നിട്ടൊരു കാര്യമില്ല. അവർ 10 ലക്ഷം രൂപ തന്നു എന്ന് പറഞ്ഞതിനെ കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടുമോ? അവരെ കുടുംബത്തിന് എത്രമാത്രം നാശനഷ്ടങ്ങൾ വന്നു. അവർക്ക് ഒരാണും ഒരു പെണ്ണാണ്, കെട്ടിച്ചു കൊടുത്തിട്ടില്ല, പഠിക്കുന്ന മക്കളാണ്. അയാളും ആ ഭാര്യ എത്രമാത്രം, അയാളെ ആ മക്കള് എത്രമാത്രം ഒരു അമ്മേനെ രാവിലെ സ്കൂളിൽ പോവുക മറ്റുള്ള കാര്യങ്ങൾക്ക് പോയതിനു ശേഷമായിരിക്കുമല്ലോ ഈ അമ്മ ഇങ്ങനെ ജോലിയുമായി ബന്ധപ്പെട്ട് വന്നത്. അപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് ആ അമ്മേനെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ അവർക്ക് എത്രമാത്രം സങ്കടകരമായ കാര്യമാണ്. ഇന്ന് അവർക്ക് വന്ന കാര്യങ്ങൾ നമുക്ക് വരില്ലേ? നാളെ നമുക്ക് വരില്ലേ? എല്ലാ ദിവസങ്ങൾക്കും നമ്മൾ വരില്ലേ? അപ്പൊ നമ്മൾ പറയുന്നത് അറിയോ, ഈ കൂട് വെച്ച് ഇതിനെ പിടിച്ചാൽ തന്നെ ഇതിനെ കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി വിട്ടു കഴിഞ്ഞാല് അപ്പൊ അവിടെ ഇതേപോലെ തന്നെയല്ല സംഭവിക്കുക. തീർച്ചയായിട്ടും അതാണ് സംഭവിക്കുക. അത് അങ്ങനെ വരരുത്. അവരെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കൂടില്ലാതെ വെടിവെച്ച് കൊല്ലണം എന്നാണ് പറയുന്നത്. അവരങ്ങനെ ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മിനിസ്റ്റർ ആ ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരവ് നടപ്പിലാക്കി പോവുകയാണ് നമ്മൾക്ക് വേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത്. അതിനെ വെടിവെച്ച് കൊല്ലാന്നുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഈ വയനാട് ജില്ല തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനത്തെ ഒരു വന്യമൃഗത്തിന്റെ ശല്യത്തിൽ. അപ്പോൾ തന്നെ ഈ പഞ്ചാരക്കൊല്ലി തന്നെ ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല, ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ ഓർഡർ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഇപ്പൊ എത്രയും പെട്ടെന്ന് പിടിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നമുക്ക്. ഇവിടെ തന്നെ താമസിക്കുന്ന നമ്മൾ ഈ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. നമ്മളും ഇതേപോലെ രാവിലെ ഇന്നലെയൊക്കെ നമ്മളൊക്കെ എത്താൻ തന്നെ ഒരുപാട് നേരം വഴിയൊക്കെ എത്തുന്ന ജനങ്ങളാണ് ഈ പരിസരത്തുള്ളവരൊക്കെ. ഇതൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവത്തിനൊക്കെ ഒന്ന് പിടിച്ചു കേട്ടെ എന്നുള്ള ഒരു ആഗ്രഹമാണ് ഞമ്മക്കും. ഇതിപ്പോ കൂട്ടിലേക്ക് കയറുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്, കയറണം എന്നാണ്. എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ കിട്ടണം എന്നാണ് നമ്മളെ ഏറ്റവും വലിയ പ്രതീക്ഷ. അല്ല, ഇതിനനുസരിച്ച് ആശങ്ക കൂടിക്കൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ ആശങ്ക തന്നെയാണല്ലോ എപ്പോഴും. ഇത് ഈ പരിസരത്ത് എവിടെ ഉണ്ട് നമുക്ക് ഒരിക്കലും എവിടെയുള്ള ഏത് പരിസരത്താണെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. ജനങ്ങളെല്ലാം എപ്പോഴും ഇറങ്ങി നടക്കുന്നതാണ്. ഇത് എസ്റ്റേറ്റ് തൊഴിലാളികളൊക്കെ ഒരുപാടുള്ള ഒരു മേഖലയാണിത്. രാവിലെ പൊൽച്ചക്കൊക്കെ എഴുന്നേറ്റ് പോകുന്ന ആൾക്കാരുള്ള മേഖലയാണ്. അപ്പൊ ഇത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. എത്രയും പെട്ടെന്ന് ഈ കൂട്ടിലൊന്ന് കുടുങ്ങട്ടെ എന്നാണ് നമ്മളെയൊക്കെ ഏറ്റവും വലിയ പ്രാർത്ഥന.